ചോക്ലേറ്റ് ഡേക്ക് കൊടുക്കാൻ നമുക്ക് അടിപൊളി ഒരു ഗിഫ്റ്റ് ഉണ്ടാകും. ആദ്യം ഞാൻ കരുതിയിരുന്നത് ചോക്ലേറ്റ് കൊണ്ടൊരു ബൊക്കയോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ടവർ ഉണ്ടാക്കാമെന്നാണ്. ഇപ്പോൾ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ, ന്യൂ ഏതെങ്കിലും ട്രെൻഡ് പിടിക്കാമെന്ന് വെച്ച്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കുറേയേറെ മെഡിസിൻ ബോക്സ് അവിടെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അതിനെ ഒന്ന് ആൾട്ടർ ചെയ്തെടുക്കാമെന്ന് വെച്ച്. നമുക്ക് ഫാർമസി ഉള്ളതുകൊണ്ട് തന്നെ മെഡിസിൻ ബോക്സിന് യാതൊരുവിധ ക്ഷാമവും ഇല്ല. അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ ക്രാഫ്റ്റ് ചെയ്തിൽ ഒതുക്കാൻ പറ്റുന്നുണ്ട്. ഒരു സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഈ പേപ്പർ ഞാൻ വാങ്ങിയിട്ടുള്ളത് എജ്യുമാർട്ടിൽ നിന്നാണ് കേട്ടോ. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ എല്ലാ സാധനങ്ങളും കിട്ടും. ഇത് ഏകദേശം ഒരു 10 രൂപയ്ക്ക് എനിക്കൊരു വലിയ ഷീറ്റ് കിട്ടിയതാണ്. ഇഷ്ടമുള്ള സൈസിലും ഷേപ്പിലും ഒക്കെ മുറിച്ചെടുത്തിട്ട് അതിന് ബോർഡർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ചോക്ലേറ്റ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ മാത്രമായിട്ടല്ല, നമുക്ക് ബെസ്റ്റ് ഫ്രണ്ടിനൊക്കെ ബർത്ത്ഡേക്കാണെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ നല്ലൊരു പ്രോഡക്റ്റാണ്. ഒരു ദിവസം കഴിഞ്ഞു പോകാൻ എന്തെല്ലാം ചെയ്യണമെന്ന ചിന്തയിലാണ് ഇത്ര നാളെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളൊരു ടെൻഷനിലാണ്. കാരണം നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ തീം കണ്ടെത്തിയാലല്ലേ നമുക്ക് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്താലേ നമുക്ക് വ്യൂവേഴ്സ് ഉണ്ടാവും, അതുപോലെ സബ്സ്ക്രൈബേഴ്സും. വീഡിയോ എടുക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നത് ഒന്നുമല്ല വിഷയം. എനിക്ക് പണ്ടേ വോയിസ് ഓവർ ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നതാണെങ്കിലും എനിക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എന്തോ പോലെ. അതുകൊണ്ട് ഞാൻ ആർക്കും വോയിസ് മെസ്സേജ് പോലും എടുക്കില്ലായിരുന്നു. പിന്നെ വീഡിയോയുടെ കാര്യം പറയുവാണെങ്കിൽ സ്പോട്ടിൽ എന്തെങ്കിലും മൈൻഡിൽ തോന്നുവാണെങ്കിൽ അന്നേരം ആ ക്രാഫ്റ്റൊക്കെ ചെയ്തങ്ങിടും. അപ്പോൾ സംഭവം എളുപ്പമാണ്. നമ്മൾ ആ പറഞ്ഞ രീതിയിൽ കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തെടുത്ത് കുറച്ച് ലവ് ഒക്കെ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുത്തിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ കോഡ്സായിട്ടൊക്കെ എഴുതി വെച്ച് കൊടുക്കാം. എനിക്കങ്ങനെ ചോക്ലേറ്റിനോടൊന്നും വലിയ പ്രിയമൊന്നുമില്ല. എങ്കിലും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുവാണെങ്കിൽ മെലഡി തന്നെയാണ്. മെലഡി എപ്പോൾ കിട്ടിയാലും ഞാൻ കഴിക്കും. ഇപ്പം തന്നെ ഞാൻ ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയിട്ടാണ് അതിനകത്ത് വെച്ച് കൊടുത്തത്. പിന്നെ ഇതാ ആ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മുടെ ആ സൈഡ് ടേബിളിൽ മിന്നിത്തിളങ്ങിയിരിക്കുന്ന സാധനത്തിനെ കണ്ട പറഞ്ഞപ്പോഴേ ലൈറ്റ് അടിച്ചു പോയി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തില്ലേ, അതിൽ സെയിം സാധനം തന്നെയാണ്. പക്ഷേ അതിനകത്തുള്ള ഫെയറി ലൈറ്റിൻ്റെ ബാറ്ററിക്ക് കുറച്ച് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് അത് അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ മിഷൻ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. കാണുമ്പോൾ തോന്നി ഇത്രയേ ഉള്ളൂ ഇതെങ്ങനെ കൊടുക്കുമെന്ന്. ഇതൊക്കെ നമ്മുടെ യുക്തിപൂർവ്വം നമുക്കൊരു ബോക്സിനകത്തൊക്കെ ഇട്ട് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് കൊടുക്കാം.